ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ആഞ്ജനേയ 2255 പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു കുഞ്ഞ് സ്പെഷ്യൽ ഡേയും കൂടിയാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ വന്നിട്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊരു കുഞ്ഞു കാര്യം നടക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ ആദ്യം വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഇനി എന്താ സ്പെഷ്യൽ എന്നല്ല, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസ് കളിക്കാൻ പോവുകയാണ് കേട്ടോ. കേൾക്കുമ്പോൾ ചിലപ്പോൾ വലിയ സംഭവമൊന്നും അല്ലെങ്കിലും എനിക്കത് വലിയ കാര്യമാണ്. കാരണം കല്യാണത്തിന് മുമ്പ് ഞങ്ങളെ റെസിഡൻസിൻ്റെ ആണെങ്കിലും ഇനി ക്ലബ്ബുകളുടെ പരിപാടിയാണെന്നുണ്ടെങ്കിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ ഡാൻസ് കളിക്കുന്നതായിരുന്നു. പിന്നെ ഞാൻ പീലിക്കുട്ടീനെ എടുത്തിട്ടില്ല, അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൾ ഉണരുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്തിയിട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലെത്തിന് നമ്മുടെ പണികളൊക്കെ വേഗം വേഗം നോക്കണം. അപ്പോൾ ആദ്യത്തെ പണിയെന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ പൂത്തറ തേക്കലാണ്. ഇപ്പോൾ പൂവ് ഇടലില്ലല്ലോ, പൂത്തറ തേച്ചിട്ട് തുമ്പക്കഴുത്താണല്ലോ ഇടുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ചാണം എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ പശുവിനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അറിയാം അവിടെ ചാണം ഉണ്ടാകുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും അവരവിടെ നിന്ന് പശുവിനെ മാറ്റി കെട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എടുക്കാൻ സുഖമായി കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള പറമ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് 2 ഇലയൊക്കെ പൊട്ടിച്ചിട്ട് ഞാനും ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അവർ കുറച്ച് നേരം കെട്ടിയിട്ടുള്ളൂ, പക്ഷെ എനിക്ക് ഉണ്ടാകുന്നൊരു തോന്നലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ 2 ചേമ്പിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ചിട്ട് അതിൽ ചാണം വാരി കൊണ്ടുപോവുകയാണേ. പിന്നെ ഇത് നമ്മുടെ വീടിന് മുമ്പിലുള്ള പാടാണ്. നിറയെ ആമ്പൽപ്പൂക്കളുണ്ട്. പക്ഷെ രാവിലെ തന്നെ അതിനെക്കൊണ്ട് ഒന്നും വിരിഞ്ഞിട്ടില്ല. ഇനി ചെറിയ വെയിലൊക്കെ വരുമ്പോഴേക്കും നന്നായിട്ട് വിരിഞ്ഞ് തുടങ്ങും കേട്ടോ. പൂത്തറ തേക്കാനുള്ള പരിപാടി നോക്കി ഇന്നലെ ഇട്ടിട്ടുള്ള തുമ്പക്കഴുത്തൊക്കെ വാരി കളഞ്ഞതിന് ശേഷം സാധാ പോലെ നമ്മൾ ചാണം മെഴുകി. ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഈ വീഡിയോ ഇടാറില്ല. എന്നും തുമ്പക്കഴുത്താണല്ലോ ഇടുക. ഇനി ആയില്യം മകത്തിനാണ് കേട്ടോ പൂവിടുക. അങ്ങനെ പൂത്തറ തേച്ച് തുമ്പക്കഴുത്തിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. ഇവിടെ ചെറിയ ചേച്ചിയുണ്ട്. ചേച്ചി ഓണത്തിന് വന്നതായിരുന്നു. ഞങ്ങൾക്ക് ചായക്ക് കുത്തപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുത്തപ്പം ഉണ്ടാക്കുമ്പോഴേക്കും ചേച്ചി ഉള്ളിക്കറി ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ വേഗം ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഡാൻസിൻ്റെ തലയിൽ ചൂടാൻ വേണ്ടിയിട്ട് മുല്ലപ്പൂവിൻ്റെ കൂടെ ചൂടാൻ വേണ്ടിയിട്ട് തുളസീൻ്റെ മാല വേണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തുളസി പറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപ്പുറത്തെ പറമ്പിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും നമ്മൾ ആമ്പൽപ്പൂവൊക്കെ നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹായ് താ. പിന്നെ ഇതൊരു പാടത്തിൻ്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിറയെ മഞ്ഞപ്പൂക്കളുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഈ ഓണത്തിന് മഞ്ഞപ്പൂവൊന്നും പറിച്ചിട്ടില്ല. അതൊന്നും പറിക്കാൻ വരാനുള്ളൊരു ടൈം ഉണ്ടാവാറില്ല. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ ഒരു സംഭവം കണ്ടത്. ഇത് പലരും കണ്ടിട്ടുണ്ടാവും. ഇതിന് മിണ്ടാക്കായ എന്നാണ് കേട്ടോ ഞങ്ങൾ പറയാറ്. ഇത് മിണ്ടാതെ എടുത്തിട്ട് കഴിച്ചിരിക്കുകയാണെങ്കിൽ തീരെ കയ്പുണ്ടാവില്ല എന്ന് പറയും കേട്ടോ. പക്ഷേ ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ എത്ര മിണ്ടാതെ പോയി കഴിച്ചാലും ഇതിന് ഭയങ്കര കയ്പാവൂട്ടുണ്ടാവുക. പിന്നെ കൂടെയുള്ള ചേച്ചിമാരൊക്കെ പറയും ഞാൻ കഴിച്ചതിന് കയ്പില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ കഴിച്ചതിൻ്റെ കുഴപ്പമാണോ, ഇനി എന്തെങ്കിലും മിണ്ടിയോ, അങ്ങനെയൊക്കെ വിചാരിക്കും കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു അന്നത്തെ കാലം. അപ്പോൾ ഷീത്തേട്ടനാണ് കേട്ടോ എനിക്ക് മാല കെട്ടി തരുന്നത്. ഏട്ടന് മാല കെട്ടിയിട്ട് നല്ല എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ ഏട്ടനൊരു ട്രിപ്പ് ഉണ്ട്. അപ്പോൾ അതിന് പോകുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മാല കെട്ടി തരാമെന്ന് പറഞ്ഞതാണ്. ചിലപ്പോൾ ഇനി പോയാൽ ലേറ്റ് ആവും വരാൻ. അപ്പോഴേക്കും പിന്നെ അമ്പലത്തിൽ ഡ്യൂട്ടി ഉണ്ട്, അമ്പലത്തിൽ പോകാനാകും. അപ്പോൾ എനിക്ക് മാല കെട്ടിത്തരാൻ അതിൻ്റെ ഇടയ്ക്ക് ടൈമില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ കെട്ടിത്തരികയാണ്. പിന്നെ ഞങ്ങൾ തുളസീൻ്റെ ഇല പറിച്ചെടുക്കാനൊന്നും നിന്നിട്ടില്ല, പറിച്ച് അപ്പോൾ തന്നെ മാല കെട്ടുകയാണേ. പിന്നെ ഈ മാലയ്ക്ക് അധികം ലെങ്ത് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിട്ട് വിട്ട് കെട്ടിയാൽ മതി. ജസ്റ്റ് മുല്ലപ്പൂവിൻ്റെ ഇടയിൽ ഒരു പച്ച കളറിന് ഒരു ഭംഗിക്ക് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷേ ഞാൻ നല്ല ചെറുതല്ല കേട്ടോ കിട്ടിയത്, കുറച്ചും കൂടെ ലെങ്ത്തിൽ കെട്ടിയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും കിട്ടാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ പറക്കലും കെട്ടലൊക്കെ ഒരുമിച്ചായതുകൊണ്ട് തന്നെ മാലകെട്ടൽ പെട്ടെന്ന് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതും കൊണ്ട് പിന്നെ വേഗം വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാണ് കേട്ടോ ഏട്ടൻ കെട്ടി തന്നിട്ടുള്ള മാല. പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോയി. അതിന് ശേഷം ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ തുടങ്ങി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഡാൻസിനുള്ള ഡ്രസ്സ്, സാരിയാണേ. പിന്നെ ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ട് എന്നല്ലാതെ എന്താ പ്രോഗ്രാം എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ റെസിഡൻസിൻ്റെ വാർഷികാഘോഷമാണ് കേട്ടോ. മണ്ണൂർ നോർത്ത് സ്കൂളിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്. ഉദ്ഘാടനം പറഞ്ഞത് 4 മണിക്കാണ്. അപ്പോൾ ഞങ്ങൾ ഉദ്ഘാടനത്തിന് മുമ്പേ ജസ്റ്റ് സ്കൂളിലേക്ക് ഒന്ന് പോയതാണ് കേട്ടോ. പിന്നെ നമ്മുടെ നാരായ സിനിമയില്ലേ, ഉർവശിയൊക്കെ അഭിനയിച്ചിട്ടുള്ള പഴയ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണെന്നൊക്കെ ഷീത്തേട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ആ ക്ലാസ് റൂം കണ്ടപ്പോൾ എനിക്ക് കാണിച്ചത് എന്താണ് കേട്ടോ ഈ സിനിമ ഇവിടുന്ന് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും നമ്മുടെ ചേച്ചിമാരൊക്കെ കമ്മിറ്റിയിലുള്ള ചേച്ചിമാരൊക്കെ ഒരേപോലത്തെ സാരിയൊക്കെ കൊടുത്തിട്ട് അവരൊക്കെ തേങ്ങ ചിരവൽ ഓരോ പണിയിലാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആളുകളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് തന്നെ ചെറിയൊരു കുട്ടീൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉദ്ഘാടനം. അങ്ങനെ
ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോയി. പിന്നെ ഞങ്ങൾക്ക് ഡാൻസിനുള്ള മേക്കപ്പൊക്കെ ചെയ്യണമല്ലോ. ഈ പച്ച സാരിയാണ് കേട്ടോ ഞങ്ങളെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം. പിന്നെ മറ്റേ മഞ്ഞ സാരി എന്ന് പറഞ്ഞാൽ അത് വേറെ അമ്മമാരൊക്കെ ഒരു ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ അത് അവരുടെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമാണ് കേട്ടോ. പിന്നെ ഇതിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ആർക്കും മേക്കപ്പ് ചെയ്യാൻ അറിയില്ല കേട്ടോ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് കൊടുക്കുന്നുണ്ട് എന്നല്ലാതെ ആരും ഇത് അറിഞ്ഞിട്ടൊന്നും ചെയ്യല്ല. പിന്നെ ഇവിടുത്തെ സാരി ഉടുക്കുന്നത് മേക്കപ്പിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഞങ്ങളുടെ പഴയ ഗ്രൂപ്പിന് ഓർമ്മ വന്നു കേട്ടോ. ഞങ്ങളൊരു 6 പേരായിരുന്നു ഒരു ഗ്രൂപ്പ്. എല്ലാ പരിപാടിക്കും ഞങ്ങളുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ വാടകയ്ക്ക് സാധനം എടുക്കാൻ ടൗണിൽ പോകുന്നതും ഒക്കെ നല്ല രസമായിരുന്നു. അതൊക്കെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഞാൻ എല്ലാവർക്കും വടയൊക്കെ കെട്ടിക്കൊടുത്തു കേട്ടോ. എനിക്ക് അങ്ങനെ അറിയൊന്നുമില്ല, എന്നാലും എല്ലാ കാര്യങ്ങളും ഞാനൊന്ന് കൈ വെച്ച് നോക്കും, ശ്രമിച്ചു നോക്കും. അങ്ങനെ അത് ശരിയായി. പിന്നെ ഞാൻ എല്ലാവർക്കും പൂവൊക്കെ വെച്ച് കൊടുത്തു. ഈ ഡാൻസ് പഠിച്ചെടുക്കാൻ കുറച്ച് സമയമൊക്കെ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇതുവരെ എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് ഒരു പ്രാക്ടീസ് നടത്തിയിട്ടില്ല കേട്ടോ. ഇന്നലെ ഇപ്പോൾ ആദ്യമായിട്ട് ഒരൊറ്റ പ്രാവശ്യമാണ് ഞങ്ങൾ 8 പേരും ഒരുമിച്ച് ഈ ഡാൻസ് ഒന്ന് കളിച്ച് നോക്കിയത്. അപ്പോൾ എന്താവും സ്ഥിതി എന്നൊന്നും അറിയില്ല. സ്റ്റേജിൽ കയറിയാൽ അറിയാം എന്താവും പാട് എന്നൊക്കെ. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡി ആയി കഴിഞ്ഞു. അവരേൽ 8 പേരും ഞങ്ങളേൽ 8 പേരുമാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ എല്ലാവരും വേറെ വേറെ പ്രായക്കാരാണ് കേട്ടോ. അതാണ് ഏജ് എന്ന് പറഞ്ഞാൽ വെറും നമ്പറാണെന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ. ഡാൻസ് സ്റ്റേജിൽ കയറിയപ്പോഴേക്കും പിന്നെ എല്ലാവരും വേറെ ആളുകളായി മാറി. എന്ത് രസമായിട്ടാണെന്നറിയാം അവരൊക്കെ ഡാൻസ് കളിച്ചത്. അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞു. പിന്നെ നാടകമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞു, നാടകവും കഴിഞ്ഞപ്പോൾ പിന്നെ സമ്മാനദാനമാണ്. അങ്ങനെ ഞങ്ങളൊക്കെ സമ്മാനം വാങ്ങിച്ചു. ഞങ്ങൾ ഡാൻസിൻ്റെ ലോങ് വീഡിയോയും അതേപോലെ നാടകത്തിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബായ്.